നമസ്കാരം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19-കാരി ഗായത്രിയെയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ആരോപണം. വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചത് അധ്യാപകന്റെ മാനസിക പീഡനം മൂലമാണെന്ന് അമ്മ പരാതിപ്പെട്ടു. സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത ഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിച്ചത്. അധ്യാപകൻ വൈരാഗ്യത്തോടെയാണ് ഗായത്രിയോട് പെരുമാറിയതെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും രാജി ആരോപിച്ചു. സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിലും അമ്മ മൊഴി നൽകി. അധ്യാപകൻ വിദ്യാർത്ഥികളെ ഡേറ്റിംഗിനായി വിളിക്കാറുണ്ടെന്നും അമ്മമാരോടും ചാറ്റിംഗ് നടത്താറുണ്ടെന്നും മരണപ്പെട്ട വിദ്യാർത്ഥിനി ഗായത്രിയുടെ അമ്മ രാജി പറഞ്ഞു. പല പിള്ളേരെയും ഡേറ്റിംഗിന് റൂമിലേക്ക് വിളിക്കും. ഹോട്ടലിൽ മുറിയെടുത്ത് ഡേറ്റിംഗിന് വിളിക്കുന്നുണ്ട്. മകളോടും ഇത്തരത്തിൽ സംസാരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്നും അതിൻ്റെ ആവശ്യമില്ലെന്നും മകൾ മറുപടി നൽകിയെന്നും അമ്മ പറഞ്ഞു. 3 ദിവസം മുമ്പ് മകളോട് ക്ലാസ്സിൽ വരേണ്ടെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു. നിന്റെ അമ്മയോട് വിളിക്കാൻ പറയാനായിരുന്നു അധ്യാപകൻ പറഞ്ഞത്. ഫോൺ വിളിച്ചപ്പോൾ വാട്സപ്പുള്ള ഫോൺ എടുത്തൂടെ എന്നായിരുന്നു ചോദ്യമെന്നും അമ്മ രാജി പറഞ്ഞു. അധ്യാപകന് കുഞ്ഞെന്നോ വലിയവരെന്നോ തിരിവില്ലെന്നും അമ്മമാരുടെ വാട്സപ്പ് ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയാണെന്നും അമ്മ പറഞ്ഞു. 19 വയസ്സുകാരി ചിറ്റാർ സ്വദേശിനി ഗായത്രിയാണ് മരിച്ചത്. അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇവിടുത്തെ അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അമ്മയെ ആരോപിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് വീട്ടിൽ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗായത്രിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം അടക്കം പരിശോധനകൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.